ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോക്കിയ കോംപ്ലക്സ് ഇൻ്റഗ്രേഷൻ്റെ കണ്ടിന്യൂസ് ആണ്. ഇത് നമുക്ക് നാലാമത്തെ വീഡിയോ ആണ്. ഓക്കെ, സോ ഇതിൽ നമുക്കൊരു സർക്കിളിൻ്റെ ഇക്വേഷൻ നോക്കാൻ പോകുന്നു. അതിനെ യൂസ് ചെയ്ത് കുറച്ച് ഒന്ന് രണ്ട് പ്രോബ്ലംസ്. ഓക്കെ, ദ ഇക്വേഷൻ ഓഫ് എ സർക്കിൾ, ദ ഇക്വേഷൻ ഓഫ് എ സർക്കിൾ വിത്ത് സെൻറ്റർ A and radius r is given by modulus of z minus a equal to r. Modulus of z minus a equal to r എന്ന് പറയുന്നത് ഒരു ഇക്വേഷൻ ഓഫ് സർക്കിളാണ്. അതിൻ്റെ സെൻറ്റർ എയും റേഡിയസ് ആർ ആണ്. അപ്പോൾ നിങ്ങൾ ഇത് എങ്ങനെയാണ് ട്രേസ് ചെയ്യുന്നത് ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാണെങ്കിൽ, സപ്പോസ് ഞാൻ എടുക്കുന്ന എക്സാമ്പിൾ ഞാൻ എടുക്കുന്ന ഒരു സർക്കിൾ മോഡുലസ് ഓഫ് z മൈനസ് ഓഫ് 4 പ്ലസ് 2i എന്നിരിക്കട്ടെ ഈക്വൽ ടു 1. z മൈനസ് ഓഫ് 4 പ്ലസ് 2i. അപ്പോൾ ഇവിടെ സെൻറ്റർ എന്താണ്? ഇവിടെ സെൻറ്റർ സി ഈക്വൽ ടു 4 പ്ലസ് 2i ആണ്. ആ എയിൻ്റെ പ്ലേസിലിരിക്കുന്നത് 4 പ്ലസ് 2 ആണ്. ഇത് നമുക്ക് ആടയുടെ പേരിൽ എങ്ങനെ എടുക്കാം? ദറ്റ് ഈസ് ഈക്വൽ ടു 4,2 നമ്മൾ പേഴ്സിൽ കൊണ്ടുവരണം. അപ്പോൾ സെൻറ്റർ 4,2 r is equal to radius r is equal to 1. അപ്പോൾ ട്രൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും? നമുക്ക് എക്സ് ആക്സിസ് റിയൽ ആക്സിസ് എടുക്കുന്നു, അതുപോലെ ഇമേജിനറി ആക്സിസ് എടുക്കുന്നു. റിയൽ ആക്സിസിൽ നമ്മൾ എടുക്കുന്ന പോയിന്റ് എക്സിന് 4ഉം വൈന് 2ഉമാണ്. സോ എക്സിന് 4 ആകുമ്പോൾ ഇവിടെ വേണമെങ്കിൽ 4 ഇടാം, വൈന് 2 ആകുമ്പോൾ ഇവിടെ വേണമെങ്കിൽ 2 ഇടാം. അപ്പോൾ ഇവിടുത്താണ് നമ്മുടെ സെൻറ്റർ. പിന്നെ റേഡിയസ് 1 ആകുമ്പോൾ ഇത്ര ഇരിക്കുന്നത്. സോ ഇപ്പോൾ ഇങ്ങനെ വരയ്ക്കുന്ന സർക്കിളാണ്. ഓക്കെ, അപ്പോൾ ഈ സെൻറ്റർ എന്ന് പറയുന്നത് നമ്മുടെ തന്നിരിക്കുന്ന 4,2 കോംപ്ലക്സ് നമ്പറാണ്. ഈ എ എന്ന് പറയുന്നത് കോംപ്ലക്സ് നമ്പറാണ്. ഓക്കെ, അത് എന്റെ പ്ലേസിൽ ഇരിക്കുന്നത് z മൈനസ് ഓഫ് 4 പ്ലസ് 2a ആണ് നമ്മുടെ എ. 4,2 സെൻറ്ററും പിന്നെ 1 റേഡിയസ്. സോ ഇത്രയും ദൂരം 1 റേഡിയസ് ആണ്. ഇത് നമ്മുടെ ഒറിജിൻ ആണ്. റിയൽ ആക്സിസ്, ഇമാജിനറി ആക്സിസ്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായാണ്. അപ്പോൾ ഒരു സർക്കിൾ മോഡുലസ് ഓഫ് z മൈനസ് a ഈക്വൽ ടു r. ഇവിടെ ഒരു നോട്ട് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നോട്ടാണ്. നോട്ട് modulus of z minus a equal to r. That is a circle with the center a and radius r if and only if. ഇതിനെ വേറൊരു രീതിയിൽ കൂടെ നമുക്ക് denote ചെയ്യാം. z minus a equal to r into e raised to I theta. z minus a വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കേണ്ടതാണ്. z minus a equal to r implies z minus a equal to r into e raised to I theta. ഈ ആർ എന്ന് പറയുന്ന റേഡിയസ് ആണ്, തീറ്റ എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ആംഗിൾ ആണ്. സപ്പോസ് ഫുൾ സർക്കിൾ ആണെങ്കിൽ തീറ്റ റേഡിയസ് വാല്യൂസ് എന്തായിരിക്കും? ആറിൽ നിന്നും എവിടെ വരും? 0 to 2π വരെ വരും. അപ്പോൾ ഫുൾ റൗണ്ട് കിട്ടും. സപ്പോസ് അപ്പർ സെമി സർക്കിൾ ആണെങ്കിൽ തീറ്റയുടെ വാല്യൂസ് എവിടെ ആയിരിക്കും? 0 to π വരെ ആയിരിക്കും. തന്നിരിക്കുന്ന സർക്കിളിനെ പോലെ. ഓക്കെ, ഈ സർക്കിളിനകത്ത് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നീ മനസ്സിലാക്കേണ്ടത് ഒന്നും തന്നിട്ടില്ല. സപ്പോസ് തന്നിരിക്കുന്ന modulus of z minus a equal to r എന്ന് തരുകയാണെങ്കിൽ z minus a equal to r into e raised to I theta. r അതിൻ്റെ റേഡിയസ് ആണ്. തീറ്റ വേരീസ് ഫ്രം 0 to 2π. അപ്പർ സെമി സർക്കിൾ ആണെങ്കിൽ തീറ്റ വേരീസ് ഫ്രം 0 to π വരെ. ഓക്കെ, ഇവിടെ നമുക്ക് തീറ്റ വേരീസ് ഫ്രം 0 to 2π ഒന്നും തന്നില്ലെങ്കിൽ. സോ therefore z is equal to എന്താവും? a plus r into e raised to I theta. therefore മൈനസ് സൈൻ അപ്പർ എടുക്കുകയാണെങ്കിൽ സോ ഇതിനെ യൂസ് ചെയ്തിരുന്ന അടുത്ത നോട്ട്, സപ്പോസ് മോഡുലസ് ഓഫ് z ഈക്വൽ ടു r if and only if. എന്ത് മനസ്സിലായി? മോഡുലസ് ഓഫ് z ഈക്വൽ ടു r ആകുമ്പോൾ നമ്മുടെ സെൻറ്റർ 0 ആണ്. കാര്യം ഇവിടെ -0 വരണം. അവിടെ 0 ഇല്ല, ഞാൻ അവിടെ ഇല്ല. എന്തൊക്കെ വേണമെങ്കിൽ നിനക്ക് ആവശ്യമുണ്ട്. ഓക്കെ, അതിൻ്റെ ആവശ്യമില്ല, ചുമ്മാ വെറുതെ എന്തിനാണ്? അപ്പോൾ സെൻറ്റർ 0 ആണ്, റേഡിയസ് r ആണ്. അപ്പോൾ സെൻറ്റർ 0 റേഡിയസ് r. അപ്പോൾ ഈ ഫാമിൽ അപ്ലൈ എന്താവും? therefore this implies z ഈക്വൽ ടു എന്തോരും r into e raised to I theta ആവും. ഇവിടെ നമുക്ക് a ഉണ്ടായിരുന്നു, അതുകൊണ്ട് z minus a equal to r into e raised to I theta. ഇവിടെ നമുക്ക് സെൻറ്റർ 0 റേഡിയസ് r, അതാണ് z minus 0, അതാണ് മോഡുലസ് ഓഫ് z ഈക്വൽ ടു r ആകുമ്പോൾ z ഈക്വൽ ടു r into e raised to I theta. ഇവിടെ z ഈക്വൽ ടു a plus r into e raised to I theta. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്ലാസ്സിൽ നമുക്ക് ജസ്റ്റ് നോക്കിയത് ഒരു ഇക്വേഷൻ ഓഫ് സർക്കിൾ എന്താണ്, ആ സർക്കിൾ എങ്ങനെ ട്രേസ് ചെയ്യാമെന്ന് നോക്കി. അതുപോലെ ഒരു സർക്കിൾ ട്രേസ് ചെയ്ത ശേഷം വളരെ ഇമ്പോർട്ടൻറ്റ് റിസൾട്ട് മോഡുലസ് ഓഫ് z മൈനസ് a ഈക്വൽ ടു r എന്ന് പറയുന്നതും z മൈനസ് a ഈക്വൽ ടു r into e raised to I theta എന്ന് പറയുന്നതും സെയിം ആണ്. r എന്ന് പറയുന്നത് റേഡിയസും
തീറ്റ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ആംഗിളാണ്. സപ്പോസ് ഫുൾ സർക്കിൾ ആണെങ്കിൽ 0 to 2π. ഒന്നും പറഞ്ഞിട്ടില്ല, ഇനി മനസ്സിലാക്കേണ്ടത് ഫുൾ സർക്കിളാണ്. അപ്പർ സെമി സർക്കിൾ ആണെങ്കിൽ 0 to π വരെ. ഓക്കെ, പിന്നെ മോഡുലസ് ഇസെറ്റ് കൊണ്ട് 6 ആകുമ്പോൾ ഇസെറ്റിൻ്റെ വില എന്താവും? 6 × e⁻⁷. അതേ സെയിം ആണ് തീറ്റയുടെ വേരിയേഷൻ തന്നിരിക്കുന്ന സർക്കിൾ പോലെയാണ്. ഓക്കെ, നമുക്ക് ഇതിനെ യൂസ് ചെയ്ത് ഒന്നുകൊണ്ട് പ്രോബ്ലം നോക്കാം. ഇതിനെ കൂടെ കുറച്ചുകൂടെ ഡീപ്പായിട്ട് ഒരു പോയിന്റ് സർക്കിളിൻ്റെ ഇൻസൈഡിലാണോ അല്ലെങ്കിൽ സർക്കിളിൻ്റെ ഔട്ട് സൈഡിലാണോ ഇതൊക്കെ ഇരിക്കുന്ന ഒരു കോഷീസ് തിയറം, കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല, റെസിഡ്യൂസ് തിയറം, ഇങ്ങനെ കുറച്ച് ഏരിയകളുണ്ട്. ആ സമയത്തിൽ നമുക്ക് അതിനെ കുറച്ച് ഡീപ്പായിട്ട് നോക്കാം. ഇപ്പോൾ നമുക്കൊരു സർക്കിളിൻ്റെ ഇക്വേഷൻ അറിഞ്ഞത് മാത്രം കാര്യങ്ങളും ഇതൊരു നോട്ടായിട്ട് നിങ്ങൾ എഴുതിയെടുക്കുക. ഓക്കെ, ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. Problem number 1. Evaluate integral over C 1 plus 2z by z by z लिखिए by z into dz where C is the upper semicircle modulus of z equal to 3. ഓക്കെ, ആ സി എന്ന് പറയുന്നത് അപ്പർ സെമി സർക്കിൾ ആണ്. ഓക്കെ, നമുക്ക് പ്രോബ്ലം എങ്ങനെ ചെയ്യണം നോക്കാം. സോ അതിൻ്റെ സൊല്യൂഷൻ given modulus of z equal to 3. ജസ്റ്റ് മുമ്പ് തന്നെ നമുക്ക് നോട്ട് നോക്കി. മോഡുലസ് ഓഫ് z ഈക്വൽ ടു 6 ആകുമ്പോൾ ഇസറ്റിൻ്റെ വാല്യൂ എന്താവും? 6 × e⁻⁷ ആണ്. ഇവിടെ മോഡുലസ് ഓഫ് z ഈക്വൽ ടു 3 ആണ്. സോ അപ്പോൾ ഇസറ്റ് എന്തായിരിക്കും? therefore z ഈക്വൽ ടു 3 × e⁻⁷. ഇവിടെ തന്നിരിക്കുന്നത് c is the upper semicircle modulus of z equal to 3 ആണ്. അപ്പോൾ ഇവിടെ തീറ്റയുടെ വേരിയേഷൻ എന്തായിരിക്കും? തീറ്റയുടെ വേരിയേഷൻ 0 to π വരെ കാണുള്ളൂ. കാരണം അപ്പർ സെമിസർക്കിൾ ആകുമ്പോൾ ജസ്റ്റ് മുകളിലുള്ള മാത്രമല്ലേ. ഓക്കെ, ഇസെറ്റ് ഈക്വൽ അപ്പോൾ എവിടെയൊക്കെ ഇവിടെ ഇസെറ്റ് വരുന്നു അവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് 3 × e⁻⁷. പിന്നെ ഡി ഇസെറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഡി ഇസെറ്റ് ആകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? ലെഫ്റ്റ് സൈഡിന് ഇസെറ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഡി ഇസെറ്റ് ഇടണം. ഇസെറ്റിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ് വിത്ത് റെസ്പെക്ട് ഇസെറ്റിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ. പിന്നെ ഡി ഇസെറ്റ് ഇടുമ്പോൾ ഇവിടെ കിട്ടുന്ന ഡി ഇസെറ്റ് ആണ്. ഇവിടെ 3 കോൺസ്റ്റന്റ് e⁻⁷ വിത്ത് റെസ്പെക്ട് തീറ്റയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. തീറ്റ ഡിഫറൻഷിയേറ്റ് എന്താവും? e⁻⁷ ഡെറിവേറ്റീവ് e⁻⁷ × a ആണ്. അപ്പോൾ e⁻⁷ എന്താവും? e⁻⁷ into i ഡിഫറൻഷിയേറ്റ് കൂടെ എന്താണ്? എന്തുകൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു? അത് ആ ടേമാണ് ഡി തീറ്റ. സോ അങ്ങനെ നമ്മുടെ ഡി ഇസെറ്റിൻ്റെ പ്ലേസിൽ വരേണ്ടത് 3i e⁻⁷ ഡി തീറ്റ. സോ പിന്നെ നമ്മുടെ തീറ്റയുടെ വേരിയേഷൻ ക്ലിയർലി theta varies from 0 to π അപ്പർ സെമിസർക്കിൾ ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ നമുക്ക് എന്ത് തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ എവിടെയൊക്കെ ഇസെറ്റ് വരുന്നു ഇസെറ്റിൻ്റെ പ്ലേസിൽ ഇടേണ്ടത് 3 × e⁻⁷. ഡി ഇസെറ്റിൻ്റെ പ്ലേസിൽ ഇടേണ്ടത് 3 × e⁻⁷, 3i × e⁻⁷ ഡി തീറ്റ. തീറ്റയുടെ വേരിയേഷൻ 0 to π ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇപ്പോൾ പ്രോബ്ലത്തിൽ പോവുകയാണ്. സോ നൗ integral over C 1 plus 2z by z dz is equal to integral over 1 plus 2 into z in the place 3 e⁻⁷ divided by z വരുന്നുണ്ട്. z ന്റെ വാല്യൂ എന്താണ്? അതുപോലെ 3 e⁻⁷ into dz ന്റെ വാല്യൂ 3i ഇൻറ്റു വരുന്ന ടേം ആണ് ഇവിടെ 3. അല്ലെങ്കിൽ ആ ലൈൻ നമുക്ക് അടുത്ത ലൈനിൽ കൊണ്ടുവരാം. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 plus 2 into 3 e⁻⁷ ഇസെറ്റിൻ്റെ പ്ലേസിൽ വരേണ്ടത് 3 e⁻⁷ ആണ്. പിന്നെ ഡിവൈഡഡ് ബൈ
ഇസറ്റ് ആണ്. ഇസറ്റ് ആകുമ്പോൾ ഇവിടെ എന്താ വരുന്നുണ്ട്, അവിടെ 3 e raised to I theta into dz. dzന്റെ വാല്യൂ 3i e raised to I theta into d theta. തീറ്റയുടെ വേരിയേഷൻ അപ്പർ സെമിസൈക്കിൾ ആയതുകൊണ്ട് 0 to pi. നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ മനസ്സിലാവും. ഇതൊക്കെ ക്യാൻസൽ ആവും. ഈ ഇ റൈസ് ടു ഐ തീറ്റയും ഇ റൈസ് ടു ഐ തീറ്റയും ക്യാൻസൽ ആണ്. ഈ 3യും 3യും തമ്മിൽ ക്യാൻസൽ ആണ്. നമുക്ക് ഇ റൈസ് ടു ഐ തീറ്റ ഇൻറ്റു ഇ റൈസ് ടു ഐ തീറ്റ, സോറി ഇവിടെ ഇൻറ്റു വരുന്നത് ഡിനോമിനേറ്ററിൽ വരുന്നത് ക്യാൻസൽ ആണ്. പിന്നെ 3 ക്യാൻസൽ ആണ്. ബാക്കി റിമൈൻ ടൈം എന്താണ്, ഒത്തിരി കെയർഫുൾ ആണ്. റിമൈൻ ടൈം 0 to pi. പിന്നെ 1 പ്ലസ് 6 ഇൻറ്റു 2 into 3 6 ഇൻറ്റു പിന്നെ ഇ റൈസ് ടു ഐ തീറ്റ, പിന്നെ ഒരു ഐ ഉണ്ട് അല്ലേ, ഈ ഐ നമ്മൾ കോൺസ്റ്റന്റ് ആയതുകൊണ്ടാണെങ്കിൽ പുറത്തെടുക്കാം. അപ്പോൾ ഐ ഇൻ ഇൻറ്റഗ്രൽ 0 to pi 1 പ്ലസ് 6 ഇ റൈസ് ടു ഐ തീറ്റ ഇൻറ്റു ടി തീറ്റ. നീ തന്നെ ഒരു പ്രാവശ്യം കറക്റ്റാണ് ചെക്ക് ചെയ്യുക. ഇ റൈസ് ടു ഐ തീറ്റ ഇ റൈസ് ടു ഐ തീറ്റ തമ്മിൽ ക്യാൻസലാണ്. സോ ഈ 3 തമ്മിൽ ക്യാൻസലാണ്. ഐനെ നമുക്ക് പുറത്തെടുത്ത് ബാക്കി വരുന്ന ടേം 1 പ്ലസ് 2 into 3 6 ഇ റൈസ് ടു ഐ തീറ്റ ഡി തീറ്റ. പിന്നെ നമ്മൾ ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഇൻറ്റഗ്രേഷൻ നമുക്ക് അറിയുന്നതാണ്. ദാറ്റ് ഈസ് ഐ ഇൻറ്റു നമുക്കിതിനെ എന്താവും, 1ൻ്റെ ഇൻറ്റഗ്രേഷൻ തീറ്റ പ്ലസ് 6 ഇൻറ്റു ഇ റൈസ് ടു ഐ തീറ്റയുടെ ഇൻറ്റഗ്രേഷൻ നിനക്കറിയാം. ഇ റൈസ് ടു എ എക്സ് ഇൻറ്റഗ്രേഷൻ ഇ റൈസ് ടു എ എക്സ് ബൈ എ ആണ്. അപ്പോൾ ഇ റൈസ് ടു ഐ തീറ്റ ബൈ എന്താവും ഐ ലിമിറ്റ് 0 to pi. അപ്പോൾ അപ്പർ ലിമിറ്റ് എവിടെയൊക്കെ തീറ്റ വരുന്നു അവിടെയൊക്കെ പൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ലോവർ ലിമിറ്റ് എവിടെയൊക്കെ തീറ്റ വരുന്നു അവിടെയൊക്കെ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, ഓരോ സ്റ്റെപ്പും ക്ലിയർ ആണ്. നോക്കി നമുക്ക് ലാസ്റ്റ് അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടുമെന്ന് നോക്കാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു എന്താവും തീറ്റ അപ്പർ ലിമിറ്റ് ഉണ്ടെങ്കിൽ പൈ പ്ലസ് 6 ഇൻറ്റു ഇ റൈസ് ടു ഐ പൈ ബൈ ഐ. പൈ തീറ്റയുടെ പ്ലസിലെല്ലാം പൈ ആണ്. മൈനസ് ലോവർ ലിമിറ്റ് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0 മൈനസ് 6 ബൈ ഐ ഇ റൈസ് ടു 0 എന്നാവും. തീറ്റ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0 മൈനസ് 0 പ്ലസ് 6 ഇ റൈസ് ടു 0 എന്നാവും. ഇ റൈസ് ടു 0യുടെ വില നിങ്ങൾക്കറിയാം. ഇൻ നമ്പർ 0 3 ആണ്. സോ അപ്പോൾ അങ്ങനെ 6 ബൈ ഐ. സോ ഈക്വൽ ടു ഐ ഇൻറ്റു പൈ പ്ലസ് 6 ബൈ ഐ ഇൻറ്റു ഇ റൈസ് ടു ഐ തീറ്റ ആകുമ്പോൾ കാസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ആണ്. അപ്പോൾ ഇ റൈസ് ടു ഐ പൈ ആകുമ്പോൾ കാസ് പൈ പ്ലസ് ഐ സൈൻ പൈ എന്നാവും. മൈനസ് 6 ബൈ ഐ. ഈ ഇൻറ്റു ഐ രണ്ടും കോമൺ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈക്വൽ ടു ഐ ഇൻറ്റു പൈ പ്ലസ് 6 ബൈ ഐ ഇൻറ്റു നിനക്കറിയാം കാസ് പൈയുടെ വാല്യൂ -1 പ്ലസ് ഐ സൈൻ പൈയുടെ വാല്യൂ 0 ആണ്. സോ മൈനസ് 6 ബൈ ഐ. സോ ലാസ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ലാസ്റ്റ് എന്തായിരിക്കും, ഇവിടെ ഒരു ഐ വരും, പിന്നെ ഇവിടെ ഒരു പൈ, പിന്നെ ഇവിടെ മൈനസ് 6 ബൈ ഐ, പിന്നെ മൈനസ് 6 ബൈ ഐ. സോ ഈക്വൽ ടു ഐ ഇൻറ്റു ഇത് ഡിനോമിനേറ്ററിൽ ഐ ആ വരുന്നത്. ഇപ്പോൾ എന്തായിരിക്കും, അപ്പോൾ ഇവിടെ പ്ലസ് മൈനസ് പൈ മൈനസ് 12 ബൈ ഐ ആണ്. -12 ബൈ ഐ ഡിനോമിനേറ്ററിലാണ്. -6 12 എന്നാവും. ഇപ്പോൾ ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വലിയ ലാസ്റ്റ് ആൻസർ എന്താണ്, പൈ ഐ -12. പൈ ഐ -12. ഓക്കെ, സോ ഇത് ഞാൻ ചെയ്തതാണ്. ഇതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഒന്നും കാണാൻ സാധ്യതയില്ല. എന്തായാലും ഏതെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ വീഡിയോ നോക്കുന്നവർ പറയുക. കാരണം ഞാൻ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ എവിടെയെങ്കിലും മിസ്റ്റേക്ക് മനുഷ്യന്മാരാകുമ്പോൾ പറ്റാം. ഏതെങ്കിലും ഇവിടെ 1ൻ്റെ പ്ലേസിൽ 2 എന്നാൽ ഈ ട്രിക്ക് നേരെ കറക്റ്റാണെന്ന് തോന്നുന്നു. ഓരോ സ്റ്റെപ്പും ക്ലിയർ ആണ്. നോക്ക് ഇവിടെ 1ൻ്റെ ഇൻറ്റഗ്രേഷൻ തീറ്റ ഇ റൈസ് ഐ തീറ്റ ആകുമ്പോൾ ഇ റൈസ് ഐ തീറ്റ ബൈ ഐ. അപ്പർ ലിമിറ്റ് ഇടുമ്പോൾ തീറ്റയുടെ പ്ലേസിലൊക്കെ പൈ ഇടുന്നു. പൈ പ്ലസ് 6 ഇൻറ്റു ഇ റൈസ് ഐ പൈ ബൈ ഐ മൈനസ് ലോവർ ലിമിറ്റ് തീറ്റ എൻ്റെ പ്ലേസിലൊക്കെ 0 ഇടുമ്പോൾ 0 പ്ലസ് 6 ബൈ ഐ ഇ റൈസ് 0 ഈക്വൽ ടു 1. പിന്നെ പൈ 6 ബൈ ഐ ഇൻറ്റു ഇ റൈസ് ഐ തീറ്റ ആകുമ്പോൾ കാസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. ഇങ്ങനെ കാസ് പൈ പ്ലസ് ഐ സൈൻ പൈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ -6 ബൈ ഐ. കാസ് പൈയുടെ വാല്യൂ -1, സൈൻ പൈയുടെ വാല്യൂ 0. സോ ഐ ടേം കംപ്ലീറ്റ് 0 ആവും. സോ മൈനസ് പിന്നെ -6 ബൈ ഐ. ഇത് നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ -6 ബൈ ഐ -6 ബൈ ഐ എന്നാവും. പിന്നെ ലാസ്റ്റിന് എന്താണ്,
ഈ -6/i 12/i എന്നാവും. പിന്നെ i ലാസ്റ്റ് നമുക്ക് ഇവിടെ എവിടെ നിന്ന് ഈ i കിട്ടി? ഇവിടെയുള്ള i-നെ നമുക്ക് ബ്രേക്ക് എടുക്കുമ്പോൾ ഇവിടെ i ആകും, ഇവിടെ i ക്യാൻസൽ ആകും, -12 എന്നാകും. ഓക്കെ, സോ ഈ പ്രോബ്ലം ഒന്ന് കെയർഫുൾ ആയിട്ട് നോക്കി എഴുതിയെടുക്കുക. സോ ഇതിന് ഇതുപോലത്തെ അഡീഷണൽ പ്രോബ്ലം നമുക്ക് ടെക്സ്റ്റ് നോട്ട് തരും. ഇതിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഈ ഏരിയയിൽ നോക്കാം. ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. Okay. Question ഇങ്ങനെയാണ്. Show that ഇത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്. Show that integral over c 1/z minus a the whole raised to n dz equal to 2 pi I if n is equal to 1. ഈ n 1 ആകുമ്പോൾ ഇതിൻ്റെ വാല്യൂ 2 pi ആണ്. 0, അതർവൈസ് അല്ലെങ്കിൽ n not equal to 1. ഇത് കേരള യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. where c is the circle, modulus of z minus a equal to r. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, integral over c 1/z minus a the whole raised to n dz equal to 2 pi a if n is equal to 1. പിന്നെ 0 ബാക്കി സമയങ്ങളിൽ n not equal to 1 where c is a circle modulus of z minus a equal to r. ഓക്കെ, നമ്മൾ നോക്കാം. സോ അതിൻ്റെ സൊല്യൂഷൻ തന്നിരിക്കുന്ന സർക്കിൾ എന്താണ് ഗിവൺ. ഫസ്റ്റ് നമുക്ക് വേണമെങ്കിൽ കേസ് 1 n is equal to 1. ഈ n is equal to 1 എന്ന് എടുക്കുന്നു. തന്നിരിക്കുന്ന സർക്കിൾ ഗിവൺ modulus of z minus a equal to r implies ജസ്റ്റ് മുമ്പ് നോക്കിയ നോട്ട് പ്രകാരം എന്താവും? z minus a equal to r into e raised to I theta. Therefore z equal to minus a അപ്പുറത്തുമ്പോൾ plus a plus r into e raised to I theta. പിന്നെ ഇവിടെ നമ്മൾ സർക്കിളിൻ്റെ റേഡിയസ് ആറാണ്. ആംഗിൾ ഒന്നും കുറിച്ച് പറഞ്ഞിട്ടില്ല. ആംഗിളെ കുറിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ അതിൻ്റെ ആംഗിൾ എന്തായിരിക്കും? 0 to 2 pi ആയിരിക്കും. സോ അപ്പോൾ നമുക്ക് ഇനി എന്തുകൂടെ വേണം? dz കൂടെ വേണം. സോ dz ആകുമ്പോൾ ഇവിടെ നമുക്ക് എപ്പോഴും പറയുന്നതാണ് ഇതിനെ വിത്ത് റെസ്പെക്ട് ഇസെറ്റിന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് dz ചേർക്കണം. ഇസെറ്റിനെ വിത്ത് റെസ്പെക്ട് ഇസെറ്റ് ഡിഫറൻഷ്യൽ 1 ആണ്. പിന്നെ ഇൻറ്റു dz എടുത്ത് ചേർക്കുമ്പോൾ ഇവിടെ എന്തായിട്ടും dz ഈക്വൽ ടു ഇതിനെ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ഇവിടെ വേരിയബിൾ തീറ്റ ആണ്. തീറ്റയ്ക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഡി തീറ്റ കൂടെ ചേർക്കണം. എ കോൺസ്റ്റന്റ് ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് 0. പിന്നെ ആർ ഇൻറ്റു ഇ റൈസ്ഡ് ഐ തീറ്റയുടെ ഡെറിവേറ്റീവ് ഇ റൈസ്ഡ് ഐ തീറ്റ ഇൻറ്റു ഐ. പിന്നെ എന്തുകൂടെ ചേർക്കണം? ഡി തീറ്റ കൂടെ ചേർക്കണം. അപ്പോൾ എന്താ പറയുക നമുക്ക്? ആർ ഐ ഇ റൈസ്ഡ് ടു ഐ തീറ്റ ഇൻറ്റു ഡി തീറ്റ. ഇ റൈസ്ഡ് ഐ തീറ്റയുടെ ഡെറിവേറ്റീവ് ഇ റൈസ്ഡ് ഐ തീറ്റ ഇൻറ്റു ഐ. പിന്നെ ഈ ആർ കോൺസ്റ്റന്റ് ആണ്. പിന്നെ നമുക്ക് അതിന് എന്ത് ചെയ്യണം? ഇതുകൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ആ ഡി തീറ്റ കൂടെ എടുക്കണം. A constant ആയതുകൊണ്ട് 0 ആണ്. ഓക്കെ, സോ ക്ലിയർലി തീറ്റ varies from 0 to 2 pi. 0 to 2 pi വരാൻ കാരണം തന്നിരിക്കുന്ന സർക്കിളിനെ കുറിച്ച് അവൻ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. സോ അപ്പോൾ ഇത് അപ്പർ സെമി സർക്കിൾ ആയിരിക്കാം. അപ്പർ സെമി സർക്കിൾ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് എന്താണ്? ഫുൾ സർക്കിൾ എടുക്കണം. ഫുൾ സർക്കിൾ എടുക്കുമ്പോൾ ആംഗിൾ എവിടെ നിന്ന് പോകും? 0 മുതൽ 2 pi വരെ പോകും. അപ്പോൾ തന്നെ നമ്മൾ ഫുൾ സർക്കിൾ 0 നിന്ന് ആംഗിൾ 2 pi വരെ റൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫുൾ സർക്കിൾ കിട്ടും. ഓക്കെ, സോ ഈ വാല്യൂനെ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എന്നിൻ്റെ പ്ലേസിൽ 1ഉം z മൈനസ് എയുടെ പ്ലേസിൽ r ഇൻറ്റു ഇ റൈസ്ഡ് ഐ തീറ്റയും dz പ്ലേസിൽ r i ഇൻറ്റു ഇ റൈസ്ഡ് ഐ തീറ്റ. തീറ്റയുടെ വേരിയേഷൻ 0 to 2 pi. വളരെ കെയർഫുൾ നോക്കുക. therefore നമ്മുടെ കേസ് 1 ഇന്റഗ്രൽ ഓവർ c 1/z minus a the whole raised to n dz is equal to integral 1/z minus a യുടെ വാല്യൂ r into e raised to I theta. പിന്നെ dz equal to r into I e raised to I theta into d theta. Theta varies from 0 to 2 pi. സോ ആ വാല്യൂ ഒക്കെ എല്ലാം അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ക്ലിയർ ആണെന്ന് നോക്കുക. z മൈനസ് എയുടെ പ്ലേസിൽ r ഇൻറ്റു ഇ റൈസ് ഐ തീറ്റ ആയിട്ട് dz പ്ലേസിൽ r i e റൈസ് ടു ഐ തീറ്റ ഇൻറ്റു ഡി തീറ്റ ആയിട്ട്
തീറ്റയുടെ വേരിയേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല, ഫുൾ സർക്കിൾ ആയതുകൊണ്ട് റേഡിയസ് തീറ്റ വേരീസ് ഫ്രം 0 to 2π. ഓക്കെ, സോ ഇവിടെ ആർ ഇ റൈസ് ഐ തീറ്റ ക്യാൻസൽ ആവും. ബാക്കി വരുന്ന ഐ ആണ്. ഐന് വേണമെങ്കിൽ ഐന് ഇരിക്കുകയാണെങ്കിൽ ബാക്കി എടുക്കാം. ഇന്റഗ്രൽ 0 to 2π ഐ ഡി തീറ്റ. ബാക്കി ഇ റൈസ് ഐ തീറ്റ ആർ ക്യാൻസൽ ആണ്. ഇപ്പോൾ ഐനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ഒരു കോൺസ്റ്റന്റ് എയുടെ ഇൻറ്റഗ്രേഷൻ എ എക്സ് ആണ്, നിനക്ക് അറിയുന്നതാണ്. ഇവിടെ ഐ കോൺസ്റ്റന്റ് ആണ്. സോ ഈക്വൽ ടു ഐ തീറ്റ ലിമിറ്റ് 0 to 2π. ഇപ്പോൾ അപ്പർ ലിമിറ്റ് 2π എന്താവും? ഐ ഇൻറ്റു 2π മൈനസ് ലോവർ ലിമിറ്റ് തീറ്റ 0 സബ്സ്റ്റിറ്റ്യൂട്ട് എന്താവും? 0. ദർഫോർ നമുക്ക് കിട്ടുന്നത് എന്താണ്? 2πi. നമ്മുടെ ഫസ്റ്റ് കേസാണ്. n is equal to 1 ആകുമ്പോൾ അതിൻ്റെ വാല്യൂ 2πi ആണ്. ഇപ്പോൾ നമുക്ക് എന്താണ്? n not equal to 1. n not equal to ആകുമ്പോൾ n is equal to 1 അല്ലാതെ വേറെ ഏത് ടേം വന്നാലും എന്തായിരിക്കും? അതാണ് നോക്കാൻ പോകുന്നത്. ഒത്തിരി കെയർഫുള്ളാണ് നോക്കുക. ഓക്കെ, ചോദിക്കുകയാണെങ്കിൽ ഈ സെയിം ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്, അതുകൊണ്ട് ഒത്തിരി കെയർഫുൾ നോക്കി. തന്നിരിക്കുന്ന കേസ് 2. Case 2. N not equal to 1. So integral over C 1 by z minus a the whole raised to n dz is equal to integral over z minus a യുടെ വാല്യൂ ആൾറെഡി നമുക്ക് എഴുതിയിട്ടുണ്ട്. എന്തായിരുന്നു? r into e raised i theta ആണ്. ഇത് ജസ്റ്റ് മുമ്പ് നമുക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 divided by r into e raised to i theta the whole raised to n. പിന്നെ dz-ന്റെ വാല്യൂ ആൾറെഡി നമുക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു. എന്താണ് dz? എന്ത് കിട്ടി? ri e raised to i theta into d theta. ജസ്റ്റ് മുമ്പ് നമുക്ക് ഇട്ട കാര്യങ്ങളാണ്. ഓക്കെ, സോ അപ്പോൾ എന്താണ് ഇവിടെ? dz-ന്റെ വാല്യൂ ri e raised to i theta into d theta. തീറ്റയുടെ വേരിയേഷൻ ഫുൾ സർക്കിൾ ആയതുകൊണ്ട് 0 to 2π. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താവും മക്കളെ? സോ ഇവിടെ നമുക്ക് ഇന്റഗ്രൽ 0 to 2π പിന്നെ 1 ഡിവൈഡഡ് ബൈ ഇത് നമുക്ക് എന്താവും? പവർ എന്നാവുമ്പോൾ ഇവിടെ r raised to n എന്നാവും. ഇവിടെ n പവർ ഇവിടെ വരുമ്പോൾ a raised to m the whole raised to n is equal to a raised to m എന്നാണ്. അപ്പോൾ e raised to i n തീറ്റ എന്നാവും. പിന്നെ ബാക്കി അവിടെ കിടക്കുന്ന ബാക്കി ടേം ri e raised to i തീറ്റ d തീറ്റ. ഇവിടെ വളരെ ക്ലിയർ ആണ് നോക്ക്. ഈ ആറും ഇവിടെ r raised to n തമ്മിൽ ക്യാൻസൽ ആവുമ്പോൾ ഇവിടെ സപ്പോസ് ആറും ഇവിടെ r ക്യൂബ് ആകുമ്പോൾ എന്തിടും? r സ്ക്വയർ എന്നിടും. ഇവിടെ ആറും r ക്യൂബ് ആകുമ്പോൾ r സ്ക്വയർ എന്നിടും. ഒന്ന് പവറിൽ ഒന്ന് കുറയും. അതുപോലെ ഇവിടെ e raised to i തീറ്റ ആയിരിക്കുന്നത് e raised to i n തീറ്റ ആയിരിക്കും. ഇവിടെയും പവറിൽ ഒന്ന് കുറയും. അപ്പോൾ ഇതിന് എന്ത് കിട്ടും? ഇവിടെ കിട്ടുന്ന വാല്യൂ ഇന്റഗ്രൽ നമ്മുടെ ഇവിടെ ഐ കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റ് അത് പുറത്തെടുത്തു. ഐ കോൺസ്റ്റന്റ് ആണ്, അത് പുറത്തെടുത്ത്. അല്ലെങ്കിൽ ഒരു ലൈൻ കൂടെ ഇരിക്കട്ടെ, നിങ്ങൾ എന്തിനാ കൺഫ്യൂസ് ചെയ്യണം? ഇന്റഗ്രൽ 0 to 2π 1 by r raised to n minus 1. ഇവിടെ r ക്യൂബും ഇവിടെ ആറും ഇരുന്നാൽ ഇതെന്താവും? r സ്ക്വയർ എന്നാവും. പവറിൽ ഒന്ന് കുറയും. അപ്പോൾ r raised to n minus 1. അതുപോലെ e raised to i തീറ്റയിൽ നിന്നും n e raised to i n തീറ്റ ആയിരിക്കും. ഒന്ന് ഒരു പവർ പറയുമ്പോൾ n minus 1 തീറ്റ. ഓക്കെ, ഇൻറ്റു i d തീറ്റ. ഓക്കെ, ഇത് ഈ ടൈം നമുക്ക് ക്യാൻസൽ ആയി. ഒരു സ്റ്റെപ്പ് ഡൗട്ടുള്ളതാണെങ്കിൽ ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് നോക്കുക മക്കളെ. ഇപ്പോൾ ഇവിടെ എന്ത് കോൺസ്റ്റന്റ് ആണ്? ഇവിടെ ഐ കോൺസ്റ്റന്റ് ആണ്, പിന്നെ r raised to n minus 1 കോൺസ്റ്റന്റ് ആണ്. ആ ടേം നമ്മൾ ലെഫ്റ്റ് സൈഡ് എടുക്കാം. e raised to i തീറ്റനെ ന്യൂമറേറ്ററിൽ കൊണ്ടുപോകാം. e raised to i ഒരു താഴെയുള്ള പവർ e raised to i തീറ്റ മുകളിൽ പോകുമ്പോൾ എന്താവും? e raised to minus i തീറ്റ എന്നാവും. 1 by a raised to m ഈക്വൽ ടു a raised to minus m ആണ്. ഇപ്പോൾ കീഴിലിരിക്കുന്ന ഈ ടേം e raised to i n minus 1 തീറ്റ മുകളിൽ പോകുമ്പോൾ e raised to minus i n minus 1 തീറ്റ എന്നാവും. അപ്പോൾ ഈ ടേമിൽ ബാക്കി കോൺസ്റ്റന്റ് വരുന്നത് i ഡിവൈഡഡ് ബൈ r raised to n minus 1 കോൺസ്റ്റന്റ് ആണ്. ഇന്റഗ്രൽ 0 to 2π e raised to minus i n minus 1 തീറ്റ d തീറ്റ ആണ്. പവർ താഴെയുള്ള പവർ മുകളിൽ പോകുമ്പോൾ മൈനസ് ആവും. പിന്നെ അത് നിങ്ങൾക്ക് ഞാൻ ഇന്നലെ ക്ലാസ്സിൽ തരുമ്പോഴും മറ്റേ ഇതിൻ്റെ നോട്ട് എടുക്കുമ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു. e raised to i തീറ്റ എന്ന് പറയുമ്പോൾ cos തീറ്റ പ്ലസ് i sin തീറ്റ ആണ്. അപ്പോൾ e raised to minus i തീറ്റ എന്താവും? cos തീറ്റ മൈനസ് i sin തീറ്റ. ആ രീതിയിൽ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക. സോ ഈക്വൽ ടു
എന്താവും ഈക്വൽ ടു ഐ ബൈ ആർ റൈസ് ടു എൻ മൈനസ് 1 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 2π. ആ ടേം നമുക്ക് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ e raised to i theta, e raised to minus I theta equal to cos theta minus I sin theta. Therefore, cos of n minus 1 theta minus I sin of n minus 1 theta. ഇതിന്റെ വാല്യൂ e raised to I n minus 1 theta വാല്യൂ cos theta theta പ്ലസ് എന്തായിരിക്കുന്നു n minus 1 theta ആണ്. അപ്പോൾ cos of n minus 1 theta minus I sin n minus 1 theta e raised to minus I theta വാല്യൂ cos theta minus I sin theta. ഇവിടെ തീറ്റയുടെ പ്ലേസിൽ ഇരിക്കുന്നത് എന്താണ് n minus 1 theta ആണെന്ന് ക്ലിയർ മനസ്സിലാക്കിയുള്ളത്. അപ്പോൾ cos n minus 1 theta minus I sin n minus 1 theta ഇൻറ്റു എന്ത് കൂടെ വരും d theta ഇൻറ്റു d theta. ഇവിടെ ഇരിക്കുന്നത് e d theta. ഓക്കെ, സോ അതിൻ്റെ ഫോർമുല ഇവിടെ എഴുതുകയാണെങ്കിൽ e raised to I theta equal e raised to minus I theta equal to വേണമെങ്കിൽ എ ഇടുകയാണെങ്കിൽ e raised to minus I a equal to cos a plus minus I sin a. ഈ ഫോർമുലയിൽ യൂസ് ചെയ്യുന്ന എക്ക് പകരം ഇവിടെ എന്ത് വരുന്നത് n minus 1 തീറ്റ വരുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ മനസ്സിലാക്കിയെടുക്കും, ഞാൻ കൂടുതൽ ഒന്നും പറയുന്നില്ല. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു I ഡിവൈഡഡ് ബൈ r raised to n minus 1 ഇൻറ്റു നമുക്കിതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അറിയുന്നതാണ് cos ax ഇൻ്റഗ്രേഷൻ sin ax ബൈ എക്സിൻ്റെ ഏത് കൊണ്ടോ ആ ടേമിനെ കൂടെ എഴുതണം. sin ax ഇൻ്റഗ്രേഷൻ ആണ് മൈനസ് cos ax ബൈ a ആണ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും, ഇവിടെ തീറ്റ ആണ്, ഏതാണ് നമുക്ക് എന്റെ സ്ഥാനത്തിൽ വരുന്നത് n minus 1. അപ്പോൾ എന്ത് നിനക്ക് വരും സൈൻ ഓഫ് n minus 1 തീറ്റ ദ ഹോൾ ഡിവൈഡഡ് ബൈ n minus 1. sin ax ഇൻ്റഗ്രേഷൻ സോറി cos ax ഇൻ്റഗ്രേഷൻ sin ax ബൈ a ആണ്. ഇവിടെ എയുടെ പ്ലേസിൽ വരുന്നത് n minus 1 ആണ്. പിന്നെ മൈനസ് ഐ ഇൻറ്റു സൈൻ ഇൻ്റഗ്രേഷൻ ആണ് മൈനസ് cos ax ബൈ a ആണ്. സോ ആ മൈനസ് ഇവിടെ ഇടുമ്പോൾ ആ മൈനസ് മൈനസ് ഇവിടെ പ്ലസ് ആകും. അതിനെന്താകും cos n minus 1 തീറ്റ ഡിവൈഡഡ് ബൈ മൈനസ് cos n minus 1 തീറ്റ ഡിവൈഡഡ് ബൈ a ആണ്. എന്റെ പ്ലസിൽ ഇവിടെ ഇരിക്കുന്നത് n minus 1 ആണ്. സോ n minus 1 ലിമിറ്റ് 0 to 2π. മനസ്സിലായി കാണും. മനസ്സിലായില്ലെങ്കിൽ ഒരു പ്രാവശ്യം നീ റിപ്പീറ്റ് ചെയ്ത് നോക്ക്. ഇവിടെ പ്ലസ് വരാൻ കാരണം സൈൻ്റെ ഇൻ്റഗ്രേഷൻ മൈനസ് കാസ് ആണ്, ആ മൈനസ് മൈനസ് പ്ലസ് ആയത്. ഓക്കെ, ഇപ്പോൾ അപ്പർ ലിമിറ്റ് 2π സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും ഈക്വൽ ടു I ബൈ r raised to n minus 1 ഇൻറ്റു അപ്പർ ലിമിറ്റ് തീറ്റേന് പകരം ഇവിടെ 2π ഇടുന്നു. ആ 2നെ ഞാൻ ഇവിടെ ഇടുന്നു, പയ്യനെ ഞാൻ അപ്പുറത്തിടുന്നു. അതിൻ്റെ കാര്യം പറഞ്ഞുതരാം. അപ്പോൾ നിനക്ക് എന്താവും സൈൻ ഓഫ് ഇവിടെ നമുക്ക് 2π ആണ് വരുന്നത്. ആ 2നെ ഞാൻ ഇവിടെയും പയ്യന് അപ്പുറത്ത് കൊണ്ടുപോകണേ. 2 ഇൻറ്റു n minus 1π ബൈ n minus 1 പ്ലസ് I ഇൻറ്റു അതുപോലെ അവിടെ അതേ സെയിം ആണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ തീറ്റേനെ പകരം 2π ഇടുമ്പോൾ ആ 2നെ ഇവിടെ എഴുതുന്നു, പയ്യന് അപ്പുറത്തുന്നു. അപ്പോൾ എന്തായിരിക്കും cos of 2 into n minus 1 pi the whole divided by n minus 1. So ഇത്രയും നമ്മുടെ അപ്പർ ലിമിറ്റ് ആണ്. മൈനസ് ലോവർ ലിമിറ്റ് എവിടെയൊക്കെ തീറ്റ വരുന്നോ അവിടെ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സൈൻ 0യുടെ വാല്യൂ 0 ആണ്, നമുക്കറിയാം. സൈൻ 0 പ്ലസ് I ഇൻറ്റു ഇവിടെ തീറ്റേൻ്റെ പ്ലസ് ഇടുമ്പോൾ cos 0 എന്നാവും. cos 0യുടെ വാല്യൂ നിനക്കറിയാം, cos 0യുടെ വാല്യൂ 1 ആണ്. സോ അപ്പോൾ I ഡിവൈഡഡ് ബൈ n minus 1 എന്ന് കിട്ടും. I ഡിവൈഡഡ് ബൈ n minus 1 എന്ന് കിട്ടും. ബാക്കി ടേം ഓക്കെ. ഇപ്പോൾ ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത സ്റ്റെപ്പ് കുറച്ച് കെയർഫുൾ ആണ് നോക്കുക. ഇതൊക്കെ വേണമെങ്കിൽ സ്റ്റിൽ ചെയ്ത് വെച്ചിട്ട് നോട്ട് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നോട്ട് എടുത്തിട്ട് നീ ബാക്കി എഴുതേ. അപ്പോൾ ബാക്കി നമുക്ക് അതിൻ്റെ വാല്യൂ ഈക്വൽ ടു I ബൈ r raised to n minus 1 ഇൻറ്റു നമുക്ക് അറിയുന്ന കാര്യമാണ് സൈൻ nπ ഈക്വൽ ടു 0 ഫോർ ആൾ n. ഇവിടെ എന്തായിരിക്കുന്നത് സൈൻ 2n minus 1 സൈൻ 0 സൈൻ പൈ സൈൻ 2π സൈൻ 3π സൈൻ ഏത് വന്നാലും nπ വന്നാലും ഇപ്പോൾ വന്നാലും 0 ആണ്. പല പ്രാവശ്യം അറിയുന്ന കാര്യമാണ്. സോ അപ്പോൾ സൈൻ 2n n minus π വന്നാലും ഏത് വന്നാലും സൈൻ 3π സൈൻ 4π എപ്പോഴും 0 ആയതുകൊണ്ട് ആ സൈൻ 2n minus 1πയുടെ വാല്യൂ 0. സോ അപ്പോൾ ആ ടേം 0 ആണ്. പിന്നെ അടുത്ത പ്ലസ് I ഇൻറ്റു cos 2n minus 1. നീ ഇക്കാര്യം മനസ്സിലാക്കേണ്ടത് cos 0യുടെ വാല്യൂ എന്താണ്, cos 0യുടെ വാല്യൂ 1 ആണ്. cos പൈയുടെ വാല്യൂ എന്താണ്, മൈനസ് 1 ആണ്. cos 2πയുടെ വാല്യൂ 1 ആണ്. cos 3πയുടെ വാല്യൂ -1 ആണ്. cos 4πയുടെ വാല്യൂ 1 ആണ്.
എന്ത് മനസ്സിലായി? കാസിൽ ഈവൻ മൾട്ടിപ്പിൾ ഓഫ് പൈ വരുമ്പോഴെല്ലാം 1 കിട്ടും, ഓഡ് മൾട്ടിപ്പിൾ ഓഫ് പൈ വരുമ്പോഴെല്ലാം -1 കിട്ടും. അതുകൊണ്ടാണ് കാസ് എൻ പൈനെ -1 റൈസ് ടു n എന്ന് പറയുന്നത്. n ഈവൻ ആകുമ്പോൾ അതിൻ്റെ വാല്യൂ 1ഉം ഓഡ് ആകുമ്പോൾ -1ഉം. പൈ വരുമ്പോൾ കാസ് എൻ പൈ ഈക്വൽ ടു -1 ദ ഹോൾ റൈസ് ടു n. അതിൻ്റെ മീനിങ് എന്താണ്? n ഈവൻ ആകുമ്പോൾ -1 ദ ഹോൾ റൈസ് ടു പവർ ഈവൻ ആകുമ്പോൾ അതിൻ്റെ വാല്യൂ 1 കിട്ടും, ഓഡ് ആകുമ്പോൾ അതിൻ്റെ വാല്യൂ -1 ആണ്. സോ ഇവിടെ ഇരിക്കുന്ന ഈ കാസ് ഓഫ് 2n-1 ഈവൻ ആണോ ഓഡാണോ? ഒരു ഈവൻ നമ്പർ നമുക്ക് എങ്ങനെയാണ് നമുക്ക് പറയുന്നത്? 2ൻ്റെ മൾട്ടിപ്പിൾ വരുന്നതെല്ലാം ഈവൻ നമ്പറാണ്. ഇവിടെ കാസ് ഓഫ് 2 ഇൻറ്റു ഒരു നമ്പർ മൾട്ടിപ്പിൾ ആകുമ്പോൾ അത് ഈവൻ നമ്പറാണ്. അപ്പോൾ കാസ് ഓഫ് ഈവൻ മൾട്ടിപ്പിൾ ഓഫ് പൈ, ഈവൻ മൾട്ടിപ്പിൾ ഓഫ് പൈ ആകുമ്പോൾ അതിൻ്റെ വാല്യൂ 1 ആണ്. കാസ് പൈ അത് കാസ് 0 1, കാസ് പൈ -1, കാസ് 2 പൈ 1, കാസ് 3 പൈ -1, 4 പൈ 1, കാസ് 6 പൈ 1. അങ്ങനെ ഈവൻ മൾട്ടിപ്പിൾ ഓഫ് പൈ വരുമ്പോഴെല്ലാം 1ഉം ഓഡ് മൾട്ടിപ്പിൾ ഓഫ് പൈ വരുന്നത് -1ഉമാണ്. ഓക്കെ, അപ്പോൾ ഇത് ഈവൻ മൾട്ടിപ്പിൾ ഓഫ് പൈ ആകുമ്പോൾ അതിൻ്റെ വാല്യൂ 1. സോ അങ്ങനെ എന്താവും? പ്ലസ് ഇതെന്തായി? ഐ ഇൻ പ്ലസ് 0 പ്ലസ് ഐ ഇൻറ്റു എന്താണ് 1/n-1. ഓക്കെ, ഇത് നമ്മുടെ അപ്പർ ലിമിറ്റ് സിംപ്ലിഫൈ ചെയ്ത ശേഷം പിന്നെ മൈനസ് ലോവർ ലിമിറ്റ് 0 പോയി, ബാക്കി എന്ത് മാത്രം ഉണ്ടാവും? എന്തായിരിക്കും? അവിടെ പ്ലസ് അല്ലായിരിക്കുന്നത്. അപ്പോൾ എന്താവും? 0 പോയ ശേഷം i/n-1 കംപ്ലീറ്റ് ഒരു ബ്രാക്കറ്റിനകത്ത് കൊണ്ടുവരുന്നത്. ദാറ്റ് ഈസ് i/r⁻n-1 ഇൻറ്റു i/n-1 മൈനസ് i/n-1. സോ ഈക്വൽ ടു 0. ഓക്കെ, ഈ പ്രോബ്ലം നമ്മളിന്ന് എക്സാമിന് പണ്ട് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി ഇരിക്കുന്ന സമയത്തിൽ 2-3 പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് ഈ പ്രോബ്ലം ഞാൻ ഫുള്ള് ചെയ്തത്. നമ്മുടെ ടെക്സ്റ്റിനകത്ത് ഈ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതോടെ നമ്മുടെ ഈ കോംപ്ലക്സ് ഇൻറ്റഗ്രേഷൻ്റെ ഈ ഏരിയ സ്റ്റോപ്പ് ചെയ്യാണ്. ഇപ്പം അടുത്ത് നമുക്ക് കോഷീസ് തിയറം എന്താണ്, കോഷീസ് ഇൻറ്റഗ്രൽ ഫോം എന്താണ്, അത് നമുക്ക് ഇപ്പോൾ തന്നെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ശരി.